भाई को, केरला से आए हैं। जल्दी से वायरल कर दो भाई को जो फटाफट। मैं भी जाऊंगा, भैया के साथ जाऊंगा। സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ വരുന്ന വഴിക്ക് നല്ല മഴ പെയ്ത് എൻ്റെ ഡ്രസ്സുകളൊക്കെ നനഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ല. ഇട്ട ഡ്രസ്സ് അടക്കം നനഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് ഈ ടമ്പിൾ ഡ്രൈ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഒരു ജോഡി ഡ്രസ്സ് ഉണക്കി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവരെൻ്റെ എല്ലാ ഡ്രസ്സും കൂടി ഉണക്കി തരുവാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും കൂടി അവർ ഉണക്കി തന്നു. ഈ കാണുന്നതാണ് ടമ്പിൾ ഡ്രൈ. വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഖരഗ്പൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യണത്. ഈ പിള്ളേർ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഏതോ വലിയ യൂട്യൂബർ പോലെയാണ് എന്നെ ഇപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് കടയുടെ മുൻവശം കേട്ടോ. കടയുടെ മുൻവശത്തെ ഒരു വീഡിയോ അവൻ എടുത്ത് കാണിച്ചു തരണം നമുക്കിവിടെ. ഞാൻ മഴ നനഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ആദ്യം ഒരു ലോണ്ടറിയുടെ സ്ഥലത്ത് പോയി, പക്ഷെ അവിടെ അടച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ടമ്പിൾ ഡ്രൈ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് കറക്റ്റ് അവിടെ എത്താനുള്ള കാശ് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ചിലവാക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് കാട്ടുന്ന അറിയാത്തത് കൊണ്ട് ഒരു ഡ്രസ്സെങ്കിൽ ഒരു ഡ്രസ്സ് ഉണക്കി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവന്മാർ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ഡ്രസ്സും എടുത്തു. അത് മാത്രമല്ല, എൻ്റെ നനഞ്ഞ ബാഗും കൂടി അവരെ ഉണക്കി. ഇവർക്ക് ഇവിടെ ഒത്തിരി കസ്റ്റമർ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എനിക്കിത് ഫുള്ള് ഉണക്കി തരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം മാത്രം ഉണക്കി തന്നത്. ആദ്യം പറഞ്ഞപ്പോൾ അവർ പറ്റില്ല, മൊത്തം ഉണക്കി തരാം ബ്രോ, ഫുള്ള് ഉണക്കിയിട്ട് പോയാൽ മതി എന്ന്. അപ്പോൾ നമ്മുടെ ക്യാമറ പിടിച്ചില്ലേ, ഈ പുള്ളിക്കാരനാണ് ചന്ദൻ. ഇവന് 22 വയസ്സുള്ളൂ കേട്ടോ. ഇവനാണ് ഈ ഷോപ്പ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണേ. ഇതേ കാണുന്ന വാഷിംഗ് മെഷീനകത്താട്ടോ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇട്ടേക്കണേ. ഫുള്ള് ഹൈ സ്റ്റീമിൽ ഇട്ടിട്ടാണ് ഉണക്കണത്. അപ്പം ഞാനാണെങ്കിൽ ഒരു ബർമൂഡയിൽ മാത്രമായിട്ട് ഇരിക്കണേ. എന്നിട്ട് ഈ ബർമൂഡയും കൂടി ഉണക്കി തന്നു. അതാണ് വേറൊരു കാര്യം. അങ്ങനെ വാഷിംഗ് മെഷീൻ തകൃതിയായിട്ട് എൻ്റെ ഡ്രസ്സ് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ടമ്പിൾ ഡ്രൈ. ഇതിൻ്റെ മുകളിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ഡ്രസ്സൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരുവേ. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല സ്റ്റാഫുകളൊക്കെ ഈ കടകളിൽ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട് കേട്ടോ. കാരണം എൻ്റെ ഭാഷ പോലും ഞാൻ എവിടെന്നാന്ന് പോലും അറിയാണ്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെയുള്ള എല്ലാവരും പരിചയപ്പെടാം കേട്ടോ. ഞാൻ എല്ലാവരും പേര് ഇതിനകത്ത് ചോദിക്കണ്ടേ. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ഈ ചെക്കന്മാരാണ് നമുക്ക് സംഭവം സെറ്റ് ചെയ്ത് തന്നിട്ടാ. പുള്ളിക്കാരെ പേര് വയ്ക്കാം. നാം ഗേ ഭാई नंदन दास. अच्छा, वेराइटी नेम है जी आपका? चंदन. ओके. വേറെ രണ്ട് ആൾക്കാരും കൂടി ഉണ്ട്. भैया हाय. मैं रंजीत. ओके. दूसरा भैया किधर है? वो अदर है. ഇവിടെ ഒരാളും കൂടി ഉണ്ട്, ഒരു ഇത്തിരി പ്രായ ആള്. ഇതിനകത്താണ് നമ്മൾ സാധനം ഇട്ടേക്കണേണ്ടതാ. വേണ്ട, ഫുള്ള് ഡ്രസ്സ് ഫുള്ള് ഇതിനകത്ത് ഇട്ടുക. വേറെ ഒന്നല്ല, വരുന്ന വഴിക്ക് മൊത്തം മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞ് നാശമായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇവർ പൈസ ഒന്നും പറഞ്ഞിട്ടില്ല. പൈസ എത്ര നമുക്ക് നോക്കാം അത് കഴിയുമ്പോൾ. दिवाकर. किधर केरला में काम किया? केरला से नहीं किया, बेंगलोर पे किया था. बेंगलोर. क्या काम है उधर? लॉन्ड्री സെയിം. ഇതൊക്കെയാണ് ഇവിടുത്തെ ചെക്കന്മാർ. നല്ല അടിപൊളി സ്റ്റാഫാട്ടോ. എന്തായാലും നല്ല സപ്പോർട്ടീവായിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്മാർ ഒരാൾ പുറത്ത് പോയിട്ട് എനിക്ക് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാട്ടോ ഈ കാണുന്നത്. അത് മാത്രമല്ല, അത് അടുത്തത് മോമോസ് കൊണ്ടു തന്നു. ഇവന്മാർ എന്നെ തീറ്റിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞതൊന്നും കഴിക്കാനൊന്നും പോകരുതെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ മോമോസ് കഴിഞ്ഞപ്പോൾ അടുത്ത സാധനം കൊണ്ടുവന്നു. ഇവന്മാർ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു ഏതാ കഴിക്കാൻ ഭക്ഷണമൊക്കെ ഇഷ്ടമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മോമോസ് ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന്മാർ അപ്പം തന്നെ ഒരുത്തം വണ്ടി എടുത്തിട്ട് എന്നോട് പറയാണ്ട് തന്നെ എന്നിട്ട് പോയി മേടിച്ചിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സാധനം മേടിക്കാൻ പോയി. ഇത് എൻ്റെ പിന്നെ നൂഡിൽസ് മേടിച്ചു തന്നു. ഇത് മുട്ട നൂഡിൽസ് ആട്ടോ, എഗ്ഗ് കൊണ്ടുണ്ടാക്കിയ നൂഡിൽസാണ്. അപ്പോൾ ഇതും കൊണ്ടു തന്നു. അത് മാത്രമല്ല, അതാ സ്പ്രൈറ്റ്, കൊക്കക്കോള, അങ്ങനെ കുറേ സാധനം കൊണ്ടു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും ചെറിയ കേക്കൊക്കെ എനിക്ക് തന്നു വിട്ടു കേട്ടോ അവർ. ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം. എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരുണ്ടാവും, പക്ഷേ എനിക്ക് എപ്പോഴും കിട്ടുന്നത് നല്ല ആൾക്കാരെ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ ലോണ്ട്രി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ കാണുന്നതാണ് ആ ചേട്ടൻ. ഇത് പ്രായമായ ചേട്ടൻ. പുള്ളിക്കാരൻ അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. അപ്പോൾ ക്യാമറ കൊണ്ട് അവൻ ഉള്ളിൽ പോയിട്ട് ആളുടെ വീഡിയോ എടുത്തിട്ട് വന്നേക്കാം കേട്ടോ. സംഭവം ട്രൈ എല്ലാം ചെയ്ത് ഉണക്കി കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലാസ്റ്റ് പോകുമാർ ഇതാ ഹെൽമെറ്റ് കൂടി ഉണക്കി തന്നേക്കണം. ഇത് എന്താ ഞാൻ ചെയ്യുക പോകുമാരെ? ഞാനിത് പറഞ്ഞിട്ട് പോലില്ല. എൻ്റെ ഹെൽമെറ്റ് തന്നെ എടുത്തിട്ട് വന്നിട്ട് അവന്മാർ ഉണക്കി തന്നേക്കാട്ടോ. എനിക്ക് ഞാൻ ഉള്ളിൽ ബാത്റൂമിൽ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ പുറത്തിറങ്ങി വരുമ്പോഴാണ് കാണുന്നത് ഹെൽമെറ്റ് ട്രൈ ചെയ്തുകൊണ്ട്. വെസ്റ്റ് ബംഗാൾ സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹെൽപ്പൊക്കെ എനിക്ക് എവിടെ നിന്നൊക്കെയാണ് വരണേന്ന് തന്നെ അറിയില്ല. കാരണം ഞാൻ വിചാരിച്ചു ഹെൽമെറ്റ് ഇനി എന്ത് ചെയ്യുമെന്ന്. സംഭവം നനഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇത് എങ്ങനെ ഉണങ്ങുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അടുത്ത വെയിൽ വരുമ്പോൾ വെയിലത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവന്മാർ എന്നോട് പറയാതെ അവന്മാർ കണ്ടറിഞ്ഞ് ചെയ്യട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത്രയും ഹെൽപ്പ് ചെയ്ത് അവരോട് ഒരുപാട് ഞാൻ നന്ദി പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ രാത്രി തന്നെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.